ഇന്ന് നമുക്കൊരു ബെറ്റർ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഫ്രെയിനി. ഇത് നമുക്ക് 2-3 വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഞാനും കാച്ചി ഉണ്ടായിരുന്നുള്ളൂ, ശ്വേതയും ജിഷ്ണയും ഔട്ട്ഡോർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രെയിനിയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിൽ ഹിന്ദു ബ്രൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഹിന്ദു ലുക്കിൽ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് എത്തിയത്. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു, സാരി ഡ്രിപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാണ്. മേക്കപ്പ് കഴിഞ്ഞ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ ബേസ് ഒരുപാട് ഇഷ്ടമായിരുന്നു, പിന്നെ നല്ല ഡ്യൂയി മേക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഫ്രണ്ടിയുടെ ചേച്ചിക്കും ഒരു ലൈറ്റ് മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാനിതിൽ കാണിക്കാം കേട്ടോ. ബേസ് ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി ഹെയർ സ്റ്റൈലുണ്ട്, ചുട്ടിയൊക്കെ വെച്ച് ബെറ്ററോത്തലാണ്. പക്ഷെ നമ്മളൊരു ഹിന്ദു ബ്രൈഡിൻ്റെ പോലെയാണ് ചെയ്യണേ. പക്ഷെ വെഡ്ഡിങ്ങിന് നമുക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ബെറ്ററോത്തിൽ മാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് ഇനി ഹെയർ ചെയ്യാം. തിളങ്ങില്ലേ മുഖമൊക്കെ? എന്താ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഹെയർ ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിയുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു. ഒരുപാട് മുല്ലപ്പൂവൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് മുല്ലപ്പൂവ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നല്ല ഡ്യൂയി ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റൈഡ് സ്കിന്നിൽ നമുക്ക് ഗ്ലാസ് സ്കിന്നിന് പറ്റില്ല. സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് സ്കിന്നായിട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ കുറച്ച് മുല്ലപ്പൂവും ഹെയർ ആക്സറീസ് ഒക്കെ വെച്ച് കൊടുത്തായിരുന്നു. സോ ഫ്രണ്ടി ഭയങ്കര ഹാപ്പിയാണ്. നെക്സ്റ്റിന് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്കും ഫുൾ ഡ്രസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിയുടെ ചേച്ചി. അപ്പോൾ ആ ചേച്ചീനെ നമ്മൾ സ്കിൻ പ്രപ്പൊക്കെ കഴിഞ്ഞിരുത്തി സാരി ഡ്രേപ്പിങ്ങും ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. ഇങ്ങനെ നമ്മുടെ ചേച്ചി റെഡി. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരിക്കില്ലേ ഞങ്ങള്? അങ്ങനെ നമ്മുടെ ഫ്രണിയുടെ ചേച്ചിയും റെഡി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇഷ്ടമായില്ലേ രണ്ടാളും ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ആണെങ്കിലും അതുപോലെ ഫേസ് മേക്കപ്പ് ആണെങ്കിലും ഹെയർ ഒക്കെ ആണെങ്കിലും ഹാപ്പി അല്ലേ? ചേച്ചിയുടെ മുടി ഞാൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നു? രണ്ടുപേരും തിരിഞ്ഞേ വേണ്ട. ചേച്ചിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു മുല്ലപ്പൂവ്, ഫ്രണ്ടിക്ക് കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഒരു ഹെയർ എക്സ്റ്റൻഷനൊക്കെ ഹെയർ ആക്സറീസ് ഒക്കെ വെച്ച് കൊടുക്കുക ചെയ്തത്. തിരിഞ്ഞേ. അപ്പം ഇഷ്ടമായില്ലേ? ഹാപ്പി 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 ടാറ്റ പറഞ്ഞേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റീൽസിനുള്ളതൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് റിവ്യൂ പറയാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് വെയിലത്തൊന്ന് കൊണ്ടു നിർത്തിയായിരുന്നു സൺ കിസ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവർ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബ്രൈഡ് ഉണ്ട്. അപ്പോൾ ശ്വേതയുടെ വർക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡ് കാണാം. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. ഡെയിലി വ്ളോഗായിട്ടല്ല നമ്മൾ ചെയ്യണത്, നമ്മുടെ വോക്കിൻ്റെ മാത്രമാണ്. സോ ഇത് നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡാണ് അനുഷയുടെ വെഡ്ഡിങ് ആയിരുന്നു. ഇത് ശ്വേതയും ജിഷ്ണയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നല്ല ഐബ്രോസ് ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ ഐബ്രോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ബ്രൈഡാണെന്നുണ്ടെങ്കിലും ഐബ്രോസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഷേപ്പിലെടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഒരു ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരുപാട് വരയ്ക്കാറൊന്നുമില്ല ഐബ്രോസ്, ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യാറുള്ളൂ. അങ്ങനെ അനുഷയുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി കേട്ടോ. അത് നമ്മുടെ ഐ മേക്കപ്പിൽ കുറച്ചൊരു മിനുക്ക് പണി ഉണ്ടെന്ന് മാത്രം. അങ്ങനെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നമുക്കിനി സാരി ഡ്രേപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ സാരി ഡ്രിപ്പിങ്ങും കഴിഞ്ഞു. നല്ലൊരു റെഡ് കളർ സാരി ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ അമ്മ. അപ്പോൾ ഉഷാൻറ്റി വന്നിട്ട് അപ്പോൾ അത് നോക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു ആൾ. അവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ബ്രൈഡിന് മലയാളം അത്ര അധികം അറിയില്ല കേട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ട് ആൻറ്റി പറയൂ? നന്നായിട്ടുണ്ട്. നല്ല ആർക്കാണ്, പിന്നെ അതിലും കൂടുതൽ പെരുമാറ്റം നല്ലതാ, ആർക്കും നല്ലതാ. ഇതാണ് ഞങ്ങളുടെ ഉഷാൻറ്റി. സൂപ്പർ. അവർക്ക് എന്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. അയ്യോ താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ആൾക്ക് മലയാളം കുറച്ച് ഇതായതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമുണ്ട് പറയണേക്കെ. ആൻറ്റിയാണ് കേട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്തതും അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻറ്റിയോട് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടാണ്. അത് ഞാൻ റീലിട്ടപ്പോൾ 1-2 ആൾക്കാർ പറഞ്ഞു മൈഥിലിയുടെ ചായ ഉണ്ടെന്ന്. അപ്പോൾ ആരെങ്കിലും ഫേസ് കട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഡെയിലി വ്ളോഗ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണില്ല. ഇപ്പം എല്ലാവർക്കും ചെറിയ പനിയും കാര്യങ്ങളൊക്കെ പിടിപെട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ടിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് എനിക്ക്. അപ്പം ഡെയിലി വ്ളോഗ് നമുക്കങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്വേതയും ജിഷ്ണയും വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ബ്രൈഡിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അത് ഞാനും ശ്വേതയും കാച്ചിയായിരുന്നു, ജിഷ്ണ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ നയനയാണ്, അതായത് നമ്മുടെ ബെറ്ററോത്തിലാണ് നയനയുടെ ഫിക്സേഷൻ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡെയിലി വ്ളോഗിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ.
ഇത് നമ്മുടെ ബ്രൈഡ് ബെട്രോത്തിലാണ്. ഒരു കണ്ണിൽ ലെൻസുള്ള വെക്കാമോ അവളോട് അടുത്ത കണ്ണിൽ കണ്ടിട്ടുണ്ടാവും ബ്രൈഡിന്. യെസ്. ഫിക്സേഷൻ നമ്മുടെ അവിടെ ആയിരുന്നു. ബെട്രോത്തിൽ നമ്മുടെ അവിടെ. ബെട്രോത്തിൽ നമ്മളാണ്. വെഡിങ് നമ്മൾ തന്നെയാ. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് എന്താ പറയാ ഒരു നോർത്ത് ഇന്ത്യൻ കം അല്ലേ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് ലെൻസൊക്കെ വെച്ച് പതുക്കെ തുടങ്ങട്ടെ. വെഡിങ്ങിന് ചിലപ്പോൾ അങ്ങോട്ട് വരും. അപ്പം അടുത്ത കണ്ടിരിക്കട്ടെ. അങ്ങനെ നയനയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ അതുപോലെയാണ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ നയനയുടെ ഫേസ് അപ്പം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. നയന ഡോക്ടറാണ് കേട്ടോ. പിന്നെ നയനയ്ക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ ഫിക്സേഷൻ ഇങ്ങനത്തെ ലുക്കാണ്, ബെട്രോത്തിൽ ഇങ്ങനെ വേണം, വെഡിങ്ങിന് ഇങ്ങനെ വേണം, അങ്ങനെ ആൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. അതെല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇതുണ്ടല്ലോ പാദസരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാനുള്ളത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ നയനയുടെ പാദസരം ഒരു നയൻ കിട്ടുന്നത് ഞങ്ങളൊന്ന് ഫില്ല് ചെയ്യട്ടെ. സ്കാൽപ്പ് നമുക്കുണ്ട് അവിടെയാ മതിയാ ഗാച്ചോൾ നയന ഹെയർ സ്റ്റൈൽ സെൻറ്റർ പാർട്ടീഷനാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഫ്രീ ഹെയറിൽ നമ്മൾ ചെയ്ത് കൊടുത്തു. നല്ല ചൂടാണല്ലോ ഫോട്ടോഷൂട്ടിന്. പള്ളിയിൽ അവിടെ പോകണം. അപ്പോൾ കുടയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട പിടിച്ചിട്ട് പോയിക്കുമെന്ന് പറഞ്ഞിട്ട്, കാരണം ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ ചൂടിൽ. ഇപ്പോൾ ഏത് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള ബേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് പോയി മേക്കപ്പ് ചെയ്ത് വന്നിട്ടും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വെറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ ഡാബ് ചെയ്തെടുത്തപ്പോൾ അത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നയനയുടെ ലുക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ നയനയുടെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഐഡിയ ആയിരുന്നു. അത് ഇങ്ങനെ വേണം എന്നുള്ളത് ആൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സജഷൻസ് കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളെ ജോൺലിയാണ് കേട്ടോ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന് പാവം ജോൺലി വയ്യാണ്ടായി. പിന്നെ പള്ളിയുടെ അവിടെ പോയിട്ട് നയനയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളും പിന്നെ ഗ്യാപ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോന്നു. പിന്നെ സ്കേർട്ട് നല്ല വെയിറ്റ് ആയതുകൊണ്ട് നയനയ്ക്ക് നടക്കാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പാവത് കഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു കേട്ടോ. വെഡ്ഡിങ്ങിന് സാരിയാണ്, അതൊരു ഗോൾഡൻ സാരിയാണ്. പിന്നെ സെക്കൻഡ് സാരി ചേഞ്ചിങ്ങിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും വേറൊരു വ്ളോഗായിട്ട് നമ്മൾ ഇടാം കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. സ്വെറ്റൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് പഫ് ചെയ്ത് കൊടുത്ത് ഡാബ് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. നല്ല രസമുണ്ടല്ലോ സ്ഥലം. കൈ ഇങ്ങനെ പിടിക്കണ്ട, നല്ല ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ടിക്ക് കുറച്ച് ചാഞ്ഞ അത് ഞങ്ങൾ ടീ കടയിൽ പോയിട്ടോ. അവിടെ നല്ല ചീസ് സോസേജ് കിട്ടും. അതും പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകുന്നു. നല്ല ചൂടല്ലേ. അപ്പോൾ ഒക്കെ അതൊക്കെ കഴിച്ചു. പിന്നെ ഉണ്ണികൾക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു അവർക്ക്. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഒന്നില്ലെങ്കിൽ സൈസ് കൂടിയതായിരിക്കും, അല്ലെങ്കിൽ സൈസ് കുറഞ്ഞതായിരിക്കും. ഈ സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഇങ്ങനെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു പായും കൂടെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഗാച്ചീനെ വീട്ടിലിറക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ തുടങ്ങിയ വർക്കാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. സോ വേഗം വീട്ടിൽ വന്ന് നല്ല സുന്ദരമായിട്ട് കുറേ നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് ചാച്ചാ.